മാർച്ച് 2-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഉത്തരാഖണ്ഡിൽ ഉണ്ടായിട്ടുള്ള അവലാഞ്ചയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 4 ആൾക്കാർ കില്ല് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ മരണപ്പെട്ടു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നതായിട്ടുള്ളത്. അവരെ കണ്ടെത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. ഹെവി സ്നോഫാൾ ആയതുകൊണ്ട് അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻസും വളരെ ലിമിറ്റഡ് ആണ് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നതായിട്ടുള്ളത്. 4 സിവിലിയൻ വർക്കേഴ്സ് സ്റ്റിൽ മിസ്സിംഗ് ആണ്. അവരെ 6 അടിയോളം ഐസ്, അതായത് 1.8 മീറ്ററോളം ഐസ് മൂടിക്കിടക്കാണ്, മഞ്ഞ് മൂടിക്കിടക്കാണ്. അതിൻ്റെ ഇടയിൽ കുടുങ്ങി കിടക്കുന്നുണ്ടാവും എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. അപ്പോൾ അവലാഞ്ച ഉണ്ടായിട്ട് 2 ദിവസമായി. അപ്പോൾ BROയുടെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ മാന വില്ലേജിലുള്ള ഉത്തരാഖണ്ഡിലുള്ള സൈറ്റിലാണ് ഈ ഒരു അവലാഞ്ച് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മൾ എന്താണ് ഈ ഒരു അവലാഞ്ച്, എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്, എന്താണ് അതിന്റെ ഡീറ്റെയിൽസ്, പ്രത്യേകിച്ചും ഒരു ജിയോഗ്രഫി വ്യൂ പോയിന്റിൽ നമ്മൾ നോക്കി കാണാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവലാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തുവെക്കുക, ഇത് സഡൻ ആണ്, വളരെ പെട്ടെന്നായിട്ട് ഉണ്ടാവുന്ന റാപ്പിഡ് ഫ്ലോ ഓഫ് സ്നോ ഐസിനെയാണ്, അല്ലെങ്കിൽ ഡെബ്രിസ്, ഒരു മൗണ്ടൻ സ്ലോപ്പിൽ നിന്ന് ഡെബ്രിസ് പെട്ടെന്ന് ഒഴുകി വരുന്നതിനെയാണ് അവലാഞ്ച് എന്ന് വിളിക്കുന്നത്. വളരെ പെട്ടെന്ന്, അതുവരെ ഒരു കുഴപ്പമുണ്ടാവില്ല, വളരെ പെട്ടെന്ന് അങ്ങ് തകർന്ന് താഴോട്ട് വരുന്നതിനെ അവലാഞ്ച് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിന് പല കാരണങ്ങൾ ഉണ്ടാവാം. ഉദാഹരണത്തിന് ഹെവി സ്നോഫാൾ ഉണ്ടാവാം. അപ്പൊ ഈ ഒരു സ്നോനെ താങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പറ്റുന്നുണ്ടാവില്ല, അത് ആ സ്ലോപ്പിലൂടെ പുറത്തേക്ക് വരാം. അല്ലെങ്കിൽ പെട്ടെന്നായിട്ടുള്ള ടെമ്പറേച്ചർ ചേഞ്ചസ് കാരണം ഉണ്ടാവുന്ന മെൽറ്റിംഗ് ഒക്കെ ഈ ഒരു അവലാഞ്ചയ്ക്ക് കാരണമാവാം. അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ആക്ടിവിറ്റി, നമ്മളവിടെ മറ്റേ എക്സ്പ്ലോസീവ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ പെട്ടെന്ന് കുലുക്കം ഉണ്ടാവും. അത്തരത്തിലുള്ള കുലുക്കങ്ങളും മറ്റുമൊക്കെ, എർത്ത് ഷെയ്ക്ക് ചെയ്യുന്നതും മറ്റുമൊക്കെ, അല്ലെങ്കിൽ സർഫസിൽ ഉണ്ടാവുന്ന വൈബ്രേഷൻസ് ഒക്കെ എന്തിന് കാരണമാവാം? ഇത്തരത്തിലുള്ള അവലാഞ്ചേഴ്സിന് കാരണമാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹിമാലയൻ പ്രദേശത്തൊക്കെ പല പ്രദേശങ്ങളിലും അവലാഞ്ചേഴ്സിന് വളരെ പ്രോൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, അതിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നതായിട്ടുള്ളത്. എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ചുകൊണ്ടും സ്നോ ബാരിയേഴ്സ് ഉപയോഗിച്ചുകൊണ്ടും മറ്റ് സേഫ്റ്റി മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഈ അവലാഞ്ചേഴ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഈ എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ചുകൊണ്ട് ഓൾറെഡി അവലാഞ്ച ഉണ്ടാവാൻ സാധ്യതയുള്ളവർക്ക് നമുക്ക് കൺട്രോൾഡ് ആയിട്ട് അവലാഞ്ച ഉണ്ടാക്കിയിട്ട് ഒഴിവാക്കാൻ പറ്റും എന്നൊക്കെ ഓർക്കുക. മറ്റൊന്നാണ് സ്നോ ബാരിയേഴ്സ് ഒക്കെ ഉപയോഗിക്കുക, ഒരു തടയണ പോലെയൊക്കെ കെട്ടുക എന്നുള്ളത്. അപ്പോൾ ഈ അവലാഞ്ച് എന്ന് പറയുന്നത് സഡൻ ഫ്ലോ ആണെന്ന് പറഞ്ഞു. അത് എന്താണ് ഒഴുകുന്നത്, എന്താണ് സഡൻലി മൂവ് ചെയ്യുന്നതിനനുസരിച്ച് വ്യത്യസ്ത രീതിയിലുണ്ട്. ഉദാഹരണത്തിന് റോക്ക് അവലാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ കഷ്ണങ്ങൾ പെട്ടെന്നായിട്ട് മൂവ് ചെയ്യുന്നതിനെയാണ്. ലാർജ് സെഗ്മെന്റ്സ് ഓഫ് ഷാറ്റേർഡ് റോക്ക് ആണെങ്കിൽ അതിനെ റോക്ക് അവലാഞ്ച് എന്ന് വിളിക്കും. ഐസ് അവലാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലേഷ്യേഴ്സും മഞ്ഞുമലയും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഗ്ലേഷ്യേഴ്സ്, മഞ്ഞാണ് വരുന്നതെങ്കിൽ ഐസ് അവലാഞ്ച് എന്ന് വിളിക്കും. അതേപോലെ തന്നെ ഡെബ്രിസ് അവലാഞ്ച ഉണ്ട്. വേസ്റ്റ് മെറ്റീരിയൽസും മറ്റുമൊക്കെയാണ്, അൺകൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, ലൂസ് സ്റ്റോൺസും സോയിലും ഒക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് ഡെബ്രിസ് അവലാഞ്ച എന്നൊക്കെ വിളിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ എന്താണ് ഇത്തരത്തിലുള്ള അവലാഞ്ച ഉണ്ടാവാനുള്ള കണ്ടീഷൻ നോക്കി കഴിഞ്ഞാൽ, ഒന്ന് വെതർ കണ്ടീഷൻസ് സ്വാധീനിക്കാം. ഹെവി സ്നോഫാള്, അല്ലെങ്കിൽ റാപ്പിഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ചേഞ്ച്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള വിൻഡുകൾ, അല്ലെങ്കിൽ ഹെവി റെയിൻ, ഇതൊക്കെ തന്നെ അവലാഞ്ചയ്ക്ക് കാരണമാകാം. ഉദാഹരണത്തിന് ഉരുൾപൊട്ടൽ പോലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അത് പെട്ടെന്നുള്ള റാപ്പിഡ് ആയിട്ടുള്ള ഫ്ലോ ആണ് ലാൻഡ് സ്ലൈഡുകൾ എന്ന് പറയുന്നത്. ഹെവി റെയിൻ ഒക്കെ കാരണമാകാം എന്ന് ഓർത്തുക. മറ്റൊന്നാണ് സ്ലോപ്പ് കണ്ടീഷൻസ്. അതായത് ചെറിയ സ്ലോപ്പ് ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ അവലാഞ്ച ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്, കുറവാണ്. അതേസമയത്ത് റാപ്പിഡ് ആയിട്ടുള്ള സ്ലോപ്പുള്ള സ്ഥലത്താണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഭാഗം ഒടിഞ്ഞു പൊളിഞ്ഞ് താഴോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ സ്റ്റീപ്നെസ്, അല്ലെങ്കിൽ അതിന്റെ ഓറിയന്റേഷൻ, അല്ലെങ്കിൽ സ്ലോപ്പിന്റെ ഷേപ്പ് എന്നതൊക്കെ ഈ ഒരു അവലാഞ്ചയെ സ്വാധീനിക്കാം. ഉദാഹരണത്തിന് ഒരു സ്ലോപ്പ് ഇങ്ങനെയാണ്, അപ്പൊ ഇവിടുന്ന് വരുന്ന അവലാഞ്ച് ഇവിടെ വന്നിട്ട് സ്റ്റക്ക് ആയിക്കോളും. അതേ സമയത്ത് ഇങ്ങനെയാണ് സ്ലോപ്പ് എങ്കിൽ ഇവിടുന്ന് വരുന്ന അവലാഞ്ച് കംപ്ലീറ്റ് ആയിട്ട് പോകും. അപ്പൊ അതിന്റെ ഷേപ്പ് ഒക്കെ സ്വാധീനിക്കും എന്ന് കൂടി ഓർത്ത് വെക്കുക. വളരെ സ്റ്റീപ്പ് ആയിട്ടുള്ള സ്ലോപ്പ് വിത്ത് കോൺവെക്സ് ഷേപ്സ് എന്ന് പറയുന്നത് പ്രോൺ ടു അവലാഞ്ച ആണെന്ന് ഓർത്ത് വെക്കുക. അതായത് ഇങ്ങനെ പുറത്തേക്ക് തള്ളിയിട്ടുള്ള ഷേപ്പുകളാണെങ്കിൽ, സ്റ്റീപ്പ് ആയിട്ടുള്ള കോൺവെക്സ് ഷേപ്പ് ആണെങ്കിൽ പ്രോൺ ടു അവലാഞ്ച ആണെന്ന് ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. ഇത് കോൺകേവ് ഷേപ്പാണ്, അകത്തേക്ക് കുഴിഞ്ഞത് കോൺകേവ് ഷേപ്പ് ആണെന്ന് ഓർത്ത് വെക്കാം. അടുത്താണ് സ്നോ പാക്ക് കണ്ടീഷൻ. അവിടെയുള്ള മഞ്ഞുമലയിലെ സ്ട്രക്ചർ, അതിന്റെ മഞ്ഞുമലയുടെ സ്ട്രക്ചർ, അതിന്റെ സ്റ്റെബിലിറ്റി, ഈ സ്നോസ് വളരെ തിക്കായിട്ട് പാക്ക് ചെയ്തിട്ടാണെങ്കിൽ അവലാഞ്ചയ്ക്ക് സാധ്യത കുറവാണ്. അതേസമയത്ത് വീക്ക് ലെയേഴ്സ് ആണുള്ളത്, ഇളകി കിടക്കുന്ന ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള സ്നോ ആണ്, ഐസ് ആണെന്നുണ്ടെങ്കിൽ അത് വളരെ വേഗത്തിൽ കൊലാപ്സ് ചെയ്യാനും അവലാഞ്ച ഉണ്ടാവാനും സാധ്യതയുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കാം. മറ്റൊന്നാണ് ഹ്യൂമൻ ആക്ടിവിറ്റി. അതായത് സ്കൈ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ
സ്നോയിലേക്കൂടെ മൂവ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ മറ്റ് റീക്രിയേഷൻ വെഹിക്കിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ വേണമെങ്കിൽ അവലാഞ്ചേഴ്സിനെ ട്രിഗർ ചെയ്യാം. കാരണം അവർ ഈ സ്ലോപ്പിലേക്കൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് അവരുടെ വെഹിക്കിളിന്റെ വൈബ്രേഷൻ കാരണമൊക്കെ അവലാഞ്ച് രൂപപ്പെടാവുന്നത്. മറ്റൊന്നാണ് നാച്ചുറൽ ആയിട്ടുള്ള ഇവന്റുകളുടെ എർത്ത് ക്വാക്കുകൾ, ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, വോൾക്കാനിക് ഇറപ്ഷൻസ് ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈവൻ വലിയൊരു പാറ കഷ്ണം വന്നിട്ട് ഒരു മഞ്ഞുമലയിൽ വീഴുമ്പോൾ ആ മഞ്ഞുമലയിൽ പൊട്ടിയിട്ട് വേണമെങ്കിൽ മഞ്ഞ് അവലാഞ്ച് ഉണ്ടാവാം എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതുണ്ട്. അപ്പൊ ഇത് ലാൻഡ് സ്ലൈഡുകളിൽ നിന്നും എങ്ങനെയാണ് ഡിഫറൻറ്റ് എന്ന് വെച്ചാൽ രണ്ടും ഓർത്തു വെക്കേണ്ട കാര്യം, അവലാഞ്ചയും ലാൻഡ് സ്ലൈഡുകൾ എന്ന് വെച്ചാൽ രണ്ടും മാസ് മൂവ്മെന്റുകൾ തന്നെയാണ്. പക്ഷെ ഓർത്തു വെക്കേണ്ട കാര്യം രണ്ടും ഡിഫറെന്റ് എൻവയോൺമെന്റിൽ ഡിഫറെന്റ് മെറ്റീരിയൽസിലാണ്. നോർമലി നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള അവലാഞ്ച് എന്ന് പറയുന്നത്, ഐസ് അവലാഞ്ച് എന്ന് പറയുന്നത് റാപ്പിഡ് ഫ്ലോ ഓഫ് സ്നോ ഓർ ഐസ് ആണ്. ഡെബ്രിസ് ആണ് അല്ലെങ്കിൽ മൗണ്ടൻ സ്ലോപ്പിലൂടെയാണ്. അതായത് ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് റോക്ക്, എർത്ത് ഓർ ഡെബ്രിസ് ഡൗൺ എ സ്ലോപ്പ് ഓർ എ ക്ലിഫ് ആണ് എന്ന് കൂടി ഓർത്ത് വെക്കുക. ഇവിടെ ഒരു സ്ലോപ്പ് ഒരു ക്ലിഫ് ഉണ്ടായാൽ തന്നെ അതിനെ നമുക്ക് ലാൻഡ് സ്ലൈഡ് എന്ന് വിളിക്കാൻ പറ്റും. പക്ഷെ അവലാഞ്ച് എന്ന് പറയുന്നത് ഒരു മൗണ്ടെയിൻ സ്ലോപ്പിലൂടെ ഒഴുകുന്നതാണെന്ന് ഓർത്ത് വെക്കുക. പ്രധാനമായിട്ടും ഐസ് ആൻഡ് ഡെബ്രിസ് ആണ്. ഐസ്, സ്നോ ആൻഡ് ഐസ് ഡെബ്രിസിനെയാണ് നമ്മൾ അവലാഞ്ച് എന്ന് വിളിക്കുന്നത്. ഓർത്ത് വെക്കുക. ചെറിയൊരു ഡിഫറൻസ് ആണുള്ളത്. അവലാഞ്ചേഴ്സ് ടിപ്പിക്കലി ഒക്കർ ചെയ്യുന്നത് മൗണ്ടേനിയസ് ഏരിയസിലാണ് ഓർത്ത് വെക്കുന്നതാണ്. ഹെവി റെയിൻഫോളോ അല്ലെങ്കിൽ സ്റ്റീപ്പ് സ്ലോപ്സോ ഉണ്ടാവുന്ന സമയത്ത്, അതായത് ലാൻഡ് സ്ലൈഡുകൾ ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് എൻവയോൺമെന്റുകളിൽ രൂപപ്പെടാൻ വേണ്ടി പറ്റും. ഒരുപാട് ഹെവി റെയിൻഫോൾ, എർത്ത് ക്വാക്ക്, വോൾക്കാനിക് ആക്ടിവിറ്റി, ഹ്യൂമൻ ആക്ടിവിറ്റി തുടങ്ങിയിട്ടുള്ള പല ഫാക്ടേഴ്സ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ ഫാക്ടേഴ്സ് ഒക്കെ തന്നെ ഇവിടെയും കാരണമാകാം എന്നുള്ളതാണ്. അപ്പോൾ രണ്ടും വളരെ ഡേഞ്ചറസ് ആയതാണ്, പൊട്ടൻഷ്യലി ഡെഡ്ലി ആണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പ്രിക്കോഷ്യസ് സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിലെ ആന്റി കൺവേർഷൻ ആക്ട് ഓഫ് 1978 കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഡിജീനിയസ് ഫെയ്ത്ത് ബിലീവേഴ്സ് മാർച്ച് നടത്തി. എന്നാൽ ഇതിനെതിരായിട്ട് ക്രിസ്ത്യൻസ് പ്രതിഷേധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ നോർത്ത് ഈസ്റ്റിലെ റിലീജിയസ് കോമ്പോസിഷൻ നോക്കി കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 1900-കളിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഈ ഒരു സ്ഥലത്ത് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഇൻഡിജീനിയസ് ട്രൈബുകളായിരുന്നു. അതായത് ട്രൈബൽ ഗ്രൂപ്പുകളായിരുന്നു പ്രധാനമായിട്ടും അവരുടെ മതം അല്ലെങ്കിൽ ഫോക്ലോർ ട്രൈബുകളായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ കൺവേർഷൻ ആക്ടിവിറ്റി വളരെ സ്ട്രോങ് ആയിരുന്നു. അതിനുശേഷം കൺവേർഷൻ ആക്ടിവിറ്റീസ് നടക്കുകയും ഇന്ന് റിലീജിയസ് കോമ്പോസിഷനിൽ ക്രിസ്ത്യൻസിന്റെ സ്വാധീനം വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പോപ്പുലേഷൻ വളരെ കൂടുതലാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും കമ്പയർഡ് ടു ആ ഒരു 1900 പീരീഡുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഈ ഒരു പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആന്റി കൺവേർഷൻ ആക്ട് ഓഫ് 1978 കൊണ്ടുവന്നത്. പക്ഷെ ഇത് ഇംപ്ലിമെന്റേഷൻ കൃത്യമായിട്ട് നടന്നിരുന്നില്ല. അപ്പൊ ഇത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോ പ്രതിഷേധം ഉയരുന്നത് എന്ന് കൂടി ഓർത്തുവെക്കുന്നതാണ്. അരുണാചൽ പ്രദേശിൽ 1978 ഒരു ആന്റി കൺവേർഷൻ ലോ ഉണ്ട്. അതായത് നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനം കുറ്റമാക്കുന്നതാണ്. ഇത് ഇതിനെ നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് റീസെന്റ് ക്രിസ്ത്യൻസ് ഹങ്കർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അതേസമയത്ത് ഇൻഡിജിനിയസ് ഫെയ്ത്ത് ബിലീവേഴ്സ്, അതായത് അവിടുത്തെ ലോക്കൽ ബിലീഫിനെ അല്ലെങ്കിൽ ഫോക്ലോർ ട്രഡീഷൻസ് ബിലീവ് ചെയ്യുന്ന ആൾക്കാരെ ഇത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റാലി നടത്തി എന്നുള്ള ഒരു വിഷയമാണ്. അപ്പൊ ഇൻഡിജിനിയസ് ആയിട്ടുള്ള ഫെയ്ത്ത് ബിലീവേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ അവര് 1978 ആക്ട് ഈ ഒരു ഇൻഡിജീനിയസ് ആയിട്ടുള്ള ട്രൈബൽ സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണ്. അതായത് എന്നാൽ തുടർച്ചയായിട്ടുള്ള ഉണ്ടായിട്ടുള്ള ഗവൺമെന്റുകൾ ഈ ഒരു നിയമം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. കാരണം ഇൻഡിജീനിയസ് ട്രൈബ്സിന്റെ അവരുടെ കൾച്ചറിനെയും അവരുടെ ട്രഡീഷനെയും അവരുടെ റിച്വൽസിനെയും ഒക്കെ പ്രിസർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സംസ്കാരത്തെയും അവരുടെ ചടങ്ങുകളെയും അവരുടെ റിച്വൽസിനെയും ഒക്കെ പ്രിസർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ആക്ട് കൊണ്ടുവരിക ഇമ്പോർട്ടന്റ് ആണ്. കാരണം ട്രൈബൽ പീപ്പിൾസിനെ മറ്റ് റിലീജിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പലതരത്തിലുള്ള ഓഫറുകളും ഫോഴ്സ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട്. ഇത് ഇൻഡിജിനസ് ഫെയ്ത്തിന്റെ എക്സ്റ്റിങ്ഷന് തന്നെ, ഇല്ലാതാകുന്നതിന് തന്നെ കാരണമാകും എന്നാണ് ഇൻഡിജിനസ് ട്രൈബൽ ഗ്രൂപ്പുകൾ പറയുന്നതായിട്ടുള്ളത്. അതേസമയത്ത് ക്രിസ്ത്യൻ സ്റ്റാൻസ് എന്ന് വെച്ചാൽ ഇവർ ആന്റി കൺവേർഷൻ ലോയെ ഓപ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നതായിട്ടുള്ളത്. അവർ പറയുന്നത് വെച്ചാൽ ക്രിസ്ത്യാനിറ്റിയെ ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം 11ഓളം സ്റ്റേറ്റുകളിൽ ഇത്തരത്തിലുള്ള ആന്റി കൺവേർഷൻ ലോസ് ഉണ്ട്. ഈ ആന്റി കൺവേർഷൻ ലോസ് എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ക്രിസ്ത്യാനിറ്റിയെ ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ പറയുന്നത് എന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പൊ ഈ ഒരു ആക്ടിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനെയാണ് ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട് 1978 എന്നാണ് വിളിക്കുന്നതായിട്ടുള്ളത്. ഇതിനകത്ത് ആന്റി കൺവേർഷൻ ലോ എന്ന് വിളിക്കും. അതായത് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള റിലീജിയസ് കൺവേർഷൻസിനെ കുറ്റകരമാക്കുന്നതാണ്. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻഡിജിനിയസ് കമ്മ്യൂണിറ്റിയുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലോ കൊണ്ടുവന്നിട്ടുള്ളത്.
അപ്പൊ ഇത് ഫോഴ്സ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെന്റ് അല്ലെങ്കിൽ ഫ്രോഡ് വഴിയുള്ള കൺവേർഷൻസിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കുറ്റമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. അതായത് എല്ലാ കൺവേർഷൻസും ഡിസ്ട്രിക്ട് അതോറിറ്റീസിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള വയലേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ഇംപ്രിസൺമെന്റും അതുപോലെ തന്നെ ഫൈൻസും ഒക്കെ ഈടാക്കും എന്നുള്ളതാണ്. ഈ ഒരു ലോയിൽ എന്താണ് റിലീജിയസ് ഫെയ്ത്ത് എന്നുള്ളത്, ഇൻഡിജിനസ് ഫെയ്ത്ത് എന്താണെന്ന് മനസ്സിലാക്കുന്നതിനുണ്ട് എന്താണ് റിലീജിയസ് ഫെയ്ത്ത് എന്ന് വളരെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഇൻഡിജിനസ് ഫെയ്ത്തിനെ അവരുടെ റിലീജിയൻ, ബിലീഫ്, കസ്റ്റംസ് ആൻഡ് ഒബ്സർവൻസസ് എന്ന രീതിയിലാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്ന് കൂടി ഓർത്തുവെക്കുന്നത്. 1978 ഈ നിയമം കൊണ്ടുവന്നെങ്കിൽ പോലും ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇംപ്ലിമെന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റൂൾസ് കൃത്യമായിട്ട് ഉണ്ടാക്കിയിരുന്നില്ല എന്നുള്ളതാണ്. ഏകദേശം 5 ഡെക്കേഡ് 50 വർഷത്തോളായിട്ടോളം ഇത് ഡോർമെന്റ് ആയിട്ട് കിടന്നു. 2022 ഇതുമായി ബന്ധപ്പെട്ട ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വന്നപ്പോഴാണ് ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട റൂൾസ് ഫൈനലൈസ് ചെയ്തിട്ടുള്ളത്. ഈ റൂൾസ് ഫൈനലൈസ് ചെയ്തുകൊണ്ടാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ട്രൈബൽ ഗ്രൂപ്പുകളും ഇംപ്ലിമെന്റ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ ഗ്രൂപ്പുകളും മുന്നോട്ട് വന്നിരിക്കുന്നതെന്നും കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത വെച്ചാൽ മാപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസിന് MSUD എന്ന് പറയുന്ന മാപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസിന് ജീൻ തെറാപ്പി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ ജീൻ തെറാപ്പി പറഞ്ഞാൽ ജനറ്റിക് മോഡിഫിക്കേഷൻ വഴി നമ്മൾ ട്രീറ്റ്മെന്റ് ആക്ടിവിറ്റി ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു രോഗം എന്താണ്, ജീൻ തെറാപ്പി എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. MSUD എന്ന് പറയുന്നത് മാപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു ജനറ്റിക് ഡിസോർഡർ ആണ് എന്ന് ഓർത്ത് വെക്കുന്നതാണ്. ജീൻ തെറാപ്പി നമ്മൾ എപ്പോൾ യൂസ് ചെയ്യുക, ജനറ്റിക് ഡിസോർഡേഴ്സ് വരുമ്പോഴാണ്. അതായത് ജനിതകപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് അതിൽ ജീൻ തെറാപ്പി, കാരണം ആ ജീനിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ രോഗത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് ഓർത്ത് വെക്കണം. ഇത് നമ്മുടെ ശരീരത്തിൽ ചില അമിനോ ആസിഡുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ജീൻസിന് മ്യൂട്ടേഷൻ സംഭവിക്കുക. മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ അതിന് ചേഞ്ചസ് ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു MSUD എന്ന് പറയുന്ന ആ ഒരു അമിനോ ആസിഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഭാഗമായിട്ടാണ് MSUD എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നത്. ഇത് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള സിംറ്റംസിന് കാരണമാകുന്നുണ്ട്. ഈവൻ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ബ്രെയിൻ ഡാമേജിന് വരെ കാരണമാകാം എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിലവിൽ ഉള്ള ട്രീറ്റ്മെന്റുകൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള പ്രോസസ്സുകളാണ് നിലവിൽ ചെയ്തു പോകുന്നതെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. ഇതിന് ആക്ച്വലി കാരണം എന്ന് വെച്ചാൽ രണ്ട് ജീനുകളാണ്, BCK-DHA അതുപോലെ BCK-DHB എന്ന് പറയുന്ന രണ്ട് ജീനുകളാണ് ഈ ഒരു എൻസൈം കോംപ്ലക്സിന് വേണ്ടിയിട്ട് BCKD എന്ന് പറയുന്ന എൻസൈം കോംപ്ലക്സിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നതായിട്ടുള്ളത്. ഈ ഒരു എൻസൈം കോംപ്ലക്സ് ആണ് അമിനോ ആസിഡുകൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിന് കാരണമാവുന്നത്. അപ്പൊ ഈ ഒരു ജീനിൽ ഈ ഒരു എന്തെങ്കിലും തരത്തിലുള്ള മ്യൂട്ടേഷൻസ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു അമിനോ ആസിഡുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ മാപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസ് എന്ന് പറഞ്ഞ രോഗത്തിന് കാരണമാകുന്നത്. അത് ബ്രെയിൻ ഡാമേജിന് കാരണമാവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഇത് സയന്റിസ്റ്റുകൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ജീൻ തെറാപ്പി ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഒരു അഡിനോ അസോസിയേറ്റഡ് ആയിട്ടുള്ള വൈറോ വെക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഈ ജീനുകളുടെ ഫങ്ഷണൽ കോപ്പീസ്, കംപ്ലൈന്റ് ആയിട്ടുള്ള ജീനുകൾക്ക് പകരം ഫങ്ഷണൽ ആയിട്ടുള്ള പ്രവർത്തിക്കുന്ന ജീനുകളെ ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. അത്തരത്തിൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രോഗത്തെ ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്ന കാര്യം ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ റിപ്പോർട്ടിൽ നമ്മുടെ വീറ്റിൽ ഗോതമ്പിൽ ഹൈ ലെവൽസ് ഓഫ് സെലീനിയം ഉണ്ട് എന്നും ഇത് ഹെയർ ലോസിന് കാരണമാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റഡിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് ഹെൽത്ത് മിനിസ്ട്രിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് ഹെയർ ലോസിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഹൈ ലെവൽസ് ഓഫ് സെലീനിയം ആണ് എന്നുള്ളതാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സ്റ്റഡീസിന്റെ ഡീറ്റെയിൽസ് എന്നുള്ളത്. അതായത് മഹാരാഷ്ട്രയിലെ ബുൽദാന ഡിസ്ട്രിക്റ്റിലെ ഷെലഗൗൺ താലൂക്കിൽ 300 പേരിൽ നടത്തിയിട്ടുള്ള ഹെയർ ലോസുമായി ബന്ധപ്പെട്ട സ്റ്റഡിയിലാണ് അവിടുത്തെ വീറ്റിലുള്ള, അവിടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി, അതായത് പൊതുവിതരണ സംവിധാനം വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വീറ്റിൽ ഗോതമ്പിൽ സെലീനിയത്തിന്റെ അളവ് കൂടുതലാണ് എന്ന് പറയും. സെലീനിയം എന്ന് പറയുന്ന മൂലകത്തിന്റെ അളവ് കൂടുതലാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. എന്നാൽ ഈ ഒരു വിവരം പബ്ലിക്കായിട്ട് പുറത്തുവിടുന്നതിന് വേണ്ടിയിട്ട്, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് വലിയ റിലക്റ്റൻസ് ആണ് ഉള്ളത് എന്നാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള എവിഡൻസുകൾ ഒന്നുമില്ല സെലീനിയം ലെവൽസ് ഹെയർ ലോസിന് കാരണമാകുന്നു എന്നുള്ളത് എന്നാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കമന്റ് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. ഇവിടെ സെലീനിയം എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റൽ ആയിട്ടുള്ള എലമെന്റ് ആണ്. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 16 പെടുന്നതാണ് എന്ന് ഓർത്തു വെക്കേണ്ടതാണ്. അപ്പൊ സെലീനിയം എവിടെയാണ് സാധാരണ കാണുന്നത് വെച്ചാൽ നമ്മുടെ ബ്രിക്ക് റെഡ് പൗഡർ കളറിലായിട്ടാണ് ഇത് കാണുക.
അപ്പോൾ ഇത് ബ്ലാക്ക് സോളിഡ് ആയിട്ടോ മെറ്റാലിക് ലുക്കിംഗ് ആയിട്ടുള്ള ഗ്രേ ഫോമിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ ഇഷ്ടികേനെ പോലെ പൊടിയായിട്ട് ബ്ലാക്ക് കളറിലൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് വളരെ റെയർ ആയിട്ട് മാത്രമാണ് ഭൂമിയുടെ ക്രസ്റ്റിൽ കാണാൻ വേണ്ടി പറ്റുക. ഏകദേശം 90 പാർട്സ് പെർ ബില്യൺ എന്ന കോൺസെൻട്രേഷനിൽ വളരെ റെയർ ആയിട്ട് കാണുന്നതാണ് ഇത് കൂടി ഓർത്തുവെക്കേണ്ടത്. നോർമലി മറ്റ് ഹെവി മെറ്റൽസ് ആയിട്ടുള്ള കോപ്പർ, മെർക്കുറി അല്ലെങ്കിൽ ലെഡ്, സിൽവർ ഇതിൻ്റെയൊക്കെ കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നോർമലി സെലീനിയത്തിനെ കാണാനുള്ള. ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇത് ടോക്സിക് ആണ്, വിഷാംശം ഉള്ളതാണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പൊ ഇത് സൾഫർ, ടെല്ലൂറിയം തുടങ്ങിയിട്ടുള്ള ലോഹങ്ങളുമായിട്ട് മെറ്റീരിയൽസുമായിട്ട് മൂലകങ്ങളുമായിട്ട് വളരെ കെമിക്കലി അല്ലെങ്കിൽ ഫിസിക്കലി ക്ലോസ്ലി റിലേറ്റഡ് ആണ് എന്നുകൂടി ഓർത്ത് വെക്കുക. ഇതിന് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. സെലീനിയത്തിന് നമ്മൾ ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഗ്ലാസുകളുടെ നിർമ്മാണത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ പ്ലാസ്റ്റിക്കുകൾക്ക് ആവശ്യമായിട്ടുള്ള പിഗ്മെന്റ് ഉണ്ടാക്കാൻ പെയിന്റുകളിൽ, ഇനാമൽസ്, ഇങ്ക്, റബ്ബറിന്റെ ഉപയോഗത്തിലൊക്കെ സെലീനിയം യൂസ് ചെയ്യുന്നുണ്ട്. മരുന്നുകൾ നിർമ്മിക്കുമ്പോൾ ഫാർമസ്യൂട്ടിക്കൽസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പൗൾട്രി അതുപോലെ തന്നെ ലൈഫ് സ്റ്റോക്കിലേക്ക് ന്യൂട്രീഷണൽ ഫീഡ് അഡിറ്റീവ് ആയിട്ട് സെലീനിയത്തെ യൂസ് ചെയ്യാറുണ്ട് എന്ന് കൂടി ഓർത്തുവെക്കുന്നതാണ്. അതേപോലെ തന്നെ പെസ്റ്റിസൈഡുകൾ രൂപീകരിക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. ആന്റി ഡാൻഡ്രഫ് ഷാമ്പുകളിൽ, ഫംജിസൈഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ റേഡിയോ മെഡിസിനിൽ, ഡയഗ്നോസ്റ്റിക് മെഡിസിനിൽ റേഡിയോ ആക്റ്റീവ് സെലീനിയത്തെ യൂസ് ചെയ്യാറുണ്ടെന്ന് ഓർത്തുക. സെലീനിയത്തിന് റേഡിയോ ആക്റ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ സിംബയോസിസ് എന്ന് പറയുന്ന പ്രോസസ് ആണ്. നിങ്ങൾ എൻവയോൺമെന്റ് ആൻഡ് എക്കോളജിയിൽ വിവിധ തരത്തിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ സിംബയോസിസിനെ കുറിച്ച് പഠിക്കും. ഇവിടെ ആക്ച്വലി അനിമോൺ ഫിഷ്, അനിമോണും തമ്മിലുള്ള സിംബയോസിസിനെ കുറിച്ചിട്ടാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ ഒരു സിംബയോസിസ്, എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്നാണ് നമ്മൾ പറയുന്നതായിട്ടുള്ളത്. അപ്പൊ റീസെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയിലാണ് അനിമോൺ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഫിഷിനെ കണ്ടിട്ടുണ്ടാവും. മിക്കവാറും കമ്പ്യൂട്ടർ സ്ക്രീനുകളുടെ വാൾപേപ്പർ ആയിട്ടായിരിക്കും കണ്ടിരിക്കുക. ഇത് കടലിന്റെ അടിയിലുള്ള ഒരു ഫിഷാണ്, അനിമോൺ ഫിഷ് എന്ന് വിളിക്കും. അതും ഇത് ജീവിക്കുന്ന ഇതിന് ചുറ്റുമുള്ള ഈ ജീവിയാണ്. ഇതൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്, അനിമോൺ എന്ന് പറഞ്ഞാൽ കടലിന്റെ അടിയിലൊക്കെ കാണുന്ന ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് അനിമോൺ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു അനിമോൺ ഫിഷ് ഈ ഒരു അനിമോണിന് ചുറ്റുമായിട്ടാണ് ജീവിക്കാറുള്ളത്. അപ്പൊ ഈ ഒരു രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻ സിംബയോസിസ് ആണ്, പരസ്പരം സഹകരിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് എന്നുള്ളതാണ് ഇവിടെ റിസർച്ചേഴ്സ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു അനിമോൺ ഫിഷിനെ ക്ലാക്സ് അനിമോൺ ഫിഷ് എന്നാണ് വിളിക്കാറുള്ളത്. ഇത് ഈ ഒരു ഇതിന്റെ ഹോസ്റ്റ് ആയിട്ടുള്ള അനിമോൺസിനെ, അതായത് ഈ ഒരു ചെടിക്ക്, ഫ്ലവറിംഗ് പ്ലാന്റിന് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിന് പകരമായിട്ട് അനിമോൺ ഫിഷിന് ഈ ഒരു ചെടി ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ നൽകുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പരസ്പര ബന്ധമാണ് കാണാൻ വേണ്ടി പറ്റുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസിനെ അനിമോൺ ഫിഷ് കഴിക്കും, വലിയ ഫുഡ് ഐറ്റംസിനെ, അതായത് അനിമോൺ ഫിഷിന് കഴിക്കാൻ പറ്റാത്ത ഫുഡ് ഐറ്റംസിനെ അത് ഈ ഒരു അനിമോൺ ടെന്റക്കിൾസിലേക്ക് കൊടുക്കുകയും അനിമോൺ ടെന്റക്കിൾസ് കഴിക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞുള്ളത്. അപ്പോൾ ഈ ഒരു അനിമോൺ ഫിഷ് ഒരു സെലക്റ്റീവ്ലി ഫീഡിംഗ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ കാണിക്കുന്നുണ്ട് എന്നും, സ്മോളർ ഫുഡ് ഐറ്റംസ് അനിമോൺ ഫിഷും ലാർജർ ഫുഡ് ഐറ്റംസ് അനിമോൺസിന് കൊടുക്കുന്നു എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫുഡ് പ്രൊവിഷനിങ് എന്ന് പറയുന്നത് അനിമോൺസിന്റെ വളർച്ചയെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അനിമോൺസിന്റെ വളർച്ച വലുതാകുമ്പോൾ, വലിയ വലിയ അനിമോൺസ് ആകുമ്പോൾ അത് ബെറ്റർ പ്രൊട്ടക്ഷൻ, അതായത് ഈ അനിമോൺ ഫിഷിന് മറ്റു ജീവികളിൽ നിന്ന് ബെറ്റർ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അനിമോൺ ഫിഷിന് കൂടുതൽ മുട്ടകൾ ലേ ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു അനിമോണിന്റെ ഇടയിൽ എന്നുള്ള അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുകൂടി ഓർത്ത് നോക്കാം. അപ്പോൾ ഈ ഒരു റിലേഷനെ നമുക്ക് സിംബയോസിസ്, പ്രത്യേകിച്ച് മ്യൂച്വലിസം എന്ന രീതിയിൽ പറയാൻ വേണ്ടി പറ്റും. സിംബയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ ജീവികൾ തമ്മിലുള്ള ലോങ് ടേം ആയിട്ടുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ റിലേഷൻഷിപ്പ് ആണെന്ന് ഓർത്തു വെക്കേണ്ടതാണ്. അപ്പൊ സിംബിയോസിസ് എന്ന് പറയുന്നത് ഗ്രീക്ക് വേർഡ്സ് ആയിട്ടുള്ള ടുഗദർ, ലിവിങ് എന്ന അർത്ഥത്തിൽ നിന്നാണ് വരുന്നത്. പരസ്പരം സഹകരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഉദ്ദേശമായിട്ടുള്ളത്. അതിൽ തന്നെ വ്യത്യസ്ത രീതിയിലുണ്ട്. ഇപ്പോൾ ഇത് മ്യൂച്വലിസം ആണ്, രണ്ടു പേർക്കും ബെനിഫിറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനാണ് മ്യൂച്വൽ ബെനിഫിറ്റ് ഉള്ളതിനെ മ്യൂച്വലിസം എന്ന രീതിയിൽ വിളിക്കുന്നതായിട്ടുള്ളത്. ഉദാഹരണത്തിന് ബീസ് ആൻഡ് ഫ്ലവേഴ്സ്, അതായത് പൂക്കളും അതുപോലെ തന്നെ പൂക്കളിൽ ഇരിക്കുന്ന തേനീച്ച അതുപോലെ തന്നെ മറ്റു പ്രാണികളൊക്കെ തമ്മിലുള്ളത്. കാരണം തേനീച്ചക്ക് തേൻ കിട്ടും, പൂക്കൾക്ക് അതിന്റെ പരാഗണം എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുകയും ചെയ്യും. കോറൽസും ആൽഗയും തമ്മിലുള്ള ബന്ധം, ക്ലൗൺ ഫിഷും സീ അനിമോൺസും തമ്മിലുള്ള ബന്ധം, അത്തരത്തിൽ പലതരത്തിലുള്ള ബന്ധം നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. മറ്റൊന്നാണ് കമൻസലിസം എന്ന് പറയുന്നത്. കമൻസലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പീഷീസിന് ബെനിഫിറ്റ് ഉണ്ട്, മറ്റൊന്നിന് കാര്യമായിട്ടുള്ള ഇഷ്യൂസ് ഒന്നുമില്ല, അൺഎഫക്റ്റഡ് ആണ്. ഉദാഹരണത്തിന് ഒരു മരത്തിന്റെ മുകളിൽ വളരുന്ന മറ്റൊരു പരാതമല്ലാത്ത ഒരു ചെടി. അപ്പൊ സാധാരണ ഈ ഒരു വലിയ മരങ്ങളൊക്കെയുള്ള കാടുകളൊക്കെ ആണെങ്കിൽ താഴെയാണ് ഈ ചെടി വളരുന്നത് എന്നുണ്ടെങ്കിൽ ഇതിന് സൂര്യപ്രകാശം ഒന്നും കിട്ടത്തില്ല. അപ്പൊ ഇതിന്റെ കൊമ്പിന്റെ മുകളിലാണ് വളരുന്നത് എന്നുണ്ടെങ്കിൽ ഇതിന് കിട്ടും. പക്ഷെ ഇതിന് ന്യൂട്രിയൻസ് ഇതൊന്നും വേണ്ട, ഇതിന്റെ വേരുകൾ വന്നിട്ട് ഭൂമിയിൽ നിന്ന് തന്നെ
എടുത്തോളും. അപ്പൊ ഇതിനെയാണ് കമൻസലിസം എന്ന് പറയുന്നത്. ഇത് അതായത് ഇത് മുകളിൽ വളരുന്നത് കൊണ്ട് ഈ വലിയ മരത്തിന് വലിയ അഡ്വാൻറ്റേജ് ഒന്നുമില്ല, പക്ഷെ ചെറിയ മരത്തിന് അതിന് ആവശ്യമായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടും. അതായത് ഒരാൾക്ക് ബെനിഫിറ്റ് ഉണ്ട്, മറ്റേയാൾക്ക് ഉപദ്രവമൊന്നും ഇല്ലെങ്കിൽ കമൻസലിസം എന്ന് വിളിക്കാം. മൂന്നാമത്താണ് പാരസൈറ്റിസം എന്ന് പറയുന്നത്. ഇത് ഒരാൾക്ക് ബെനിഫിറ്റ് ഉണ്ട്, മറ്റേ ആൾക്ക് ഉപദ്രവം ഉണ്ട്. ഉദാഹരണത്തിന് നമ്മളുടെ ഇതേപോലെ മരങ്ങളുടെ മുകളിൽ വളരുന്ന മറ്റു ചെടികളുണ്ട്. അത്തരം ചെടികൾ എന്ത് ചെയ്യും, അതിന്റെ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഈ മരത്തിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുക എന്ന് ഓർത്തുക. അപ്പൊ ഇത് ആക്ച്വലി ഇതിന് ഉപദ്രവമായിട്ട്. അതേപോലെ തലയിലുള്ള പേൻ എന്ന് പറയുന്നത് ഒരു പരാദജീവിയാണ്, നമ്മുടെ ശരീരത്തിന് എടുക്കുന്നത്. അതുപോലെ നമ്മുടെ വയറ്റിലൊക്കെ ഒക്കെ വിരകളൊക്കെ ഉണ്ടാവുന്നത് പരാദജീവിയൊക്കെ ആണെന്ന് ഓർത്ത് വെക്കുന്നതാണ്. അപ്പോൾ സിംബയോസിസിന് ഒരുപാട് എക്സാമ്പിൾസ്. മൈക്രോറൈസെ എന്ന് പറയുന്ന ഒരു ഫംഗിയാണ്. ഇത് പ്ലാന്റ് റൂട്ടിൽ താമസിക്കുന്നതാണ്. ഇത് പ്ലാന്റ്സിനെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. മൈക്രോറൈസെ ഫംജിക്ക് പ്ലാന്റ് റൂട്ട്സിൽ താമസിക്കാനും പറ്റുന്നുണ്ട്, അതേസമയത്ത് പ്ലാന്റ്സിന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നൈട്രജൻ ഫിക്സിംഗ് ആയിട്ടുള്ള ബാക്ടീരിയ ലെഗൂമിനസ് പ്ലാന്റുകളുടെ ഉണ്ട്, അതായത് ഈ ഒരു പയറുവർഗ്ഗ ചെടികളിലുണ്ട് റൂട്ട് നൊഡ്യൂൾസിൽ. അപ്പോൾ അത് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആണ്. അപ്പോൾ ബാക്ടീരിയക്ക് അവിടെ താമസിക്കാൻ പറ്റുന്നുണ്ട്, അതേ സമയത്ത് ഈ ഒരു നൈട്രജനെ ഫിക്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നൈട്രജൻ ന്യൂട്രിയൻസ് ആർക്ക് ചെടിക്ക് അവൈലബിൾ ആവും എന്ന് നോക്കുക. മറ്റൊന്നാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നതായിട്ടുള്ളത്. ഒരു മരത്തിന്റെ മുകളിൽ വരുന്ന മറ്റൊരു മരത്തെയാണ് എപ്പിഫൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. മറ്റൊന്നാണ് നോർമൽ ആയിട്ടുള്ള ഫ്ലോറ, അതായത് ഹ്യൂമൻസിലും നമ്മുടെ ഗട്ടിലും വയറിലും മറ്റുമൊക്കെ ജീവിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഈ ഒരു സിംബയോസിസ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ട്രംപ് ഒരു പുതിയ വിസ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗോൾഡ് കാർഡ് എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഈ ഒരു ഗോൾഡ് കാർഡ് എന്ന് പറയുന്നത് ഇത്ര മാത്രമാണുള്ളത്. US പ്രസിഡന്റ് പറയാണ് $5 മില്യൺ. $5 മില്യൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വെച്ച് ഏകദേശം 50 കോടിയോളം രൂപ നമ്മൾ കൊണ്ടുപോയിട്ട് US ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, 50 കോടി രൂപ US ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ വിസ കിട്ടും എന്നുള്ളതാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പൊ ഇത് അവരുടെ വിസ പോളിസികളിൽ ഒരു ചേഞ്ച് ആണ്. റെസിഡന്റ് പെർമിറ്റുകൾ കിട്ടും നോൺ അമേരിക്കൻസ് ആയിട്ടുള്ള ആൾക്കാർ. നമ്മൾ ജസ്റ്റ് 50 കോടി രൂപ അല്ലെങ്കിൽ $5 മില്യൺ $5 കോടി ഇന്ത്യൻ രൂപ അല്ലെങ്കിൽ 50 കോടി ഇന്ത്യൻ രൂപ $5 മില്യൺ ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്നാണ് പറയുന്നതായിട്ടുള്ളത്. നിലവിൽ അവിടെയുള്ള EB-5 എന്ന് പറയുന്ന വിസ പ്രോഗ്രാം ഉണ്ട്. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിസ പ്രോഗ്രാം കൊണ്ടുവരുന്നത്. ഇത് മണ്ടത്തരം ഐഡിയ ആണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ക്രിറ്റിസിസം നടക്കുന്നത്. ട്രംപ് ഇത്തരത്തിലുള്ള ഒരു വിസ പ്രോഗ്രാം കൊണ്ടുവന്നു എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഗോൾഡ് കാർഡ് എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത് എന്നുള്ളതാണ്. അടുത്തതാണ് അഡ്വക്കേറ്റ്സ് ബില്ലുമായി ബന്ധപ്പെട്ടാണ്. ഈ ഒരു ബില്ല് കൊണ്ടുവന്നു, പക്ഷെ അത് വീണ്ടും തള്ളിപ്പോയിട്ടുണ്ടായിരുന്നു. അതിനെ വീണ്ടും പിൻവലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അമെൻമെന്റ് ബില്ല് കൊണ്ടുവന്നു ഫെബ്രുവരി 22-ന്, അതിനുശേഷം അതിനെ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിലവിൽ ഈ ബില്ല് ഡിസ്കഷനിൽ ഇല്ല, പക്ഷെ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ ആക്ച്വലി ബാർ കൗൺസിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. വക്കീലന്മാർക്ക് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റില്ല, ബോയ്ക്കോട്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ വന്നപ്പോഴാണ് ഇത് പിൻവലിച്ചത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഈ ഒരു ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ലെറ്റർ പോയപ്പോഴാണ് ഈ ഒരു പിൻവലിക്കാൻ വേണ്ടി കാരണമായിട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കേണ്ടത് തന്നെ. അപ്പോൾ ഇത് നിലവിൽ അണ്ടർ ഡിസ്കഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നില്ല. പുതിയ ബില്ലുകൾ വരുന്ന സമയത്ത് നമുക്ക് കവർ ചെയ്യാവുന്നതാണ്. അടുത്തൊരു വാർത്ത, ഇന്ത്യയിലുള്ള ഒബേസിറ്റി ചാലഞ്ച് അല്ലെങ്കിൽ മാൽന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട ഇഷ്യൂ നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രശ്നമാണ് ഒബേസിറ്റി എന്ന് പറയുന്നത്. അതായത് ഓവർ ന്യൂട്രീഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, പൊണ്ണത്തടിയുള്ള ആൾക്കാർ എന്നുള്ളത്. അപ്പം നമ്മുടെ രാജ്യത്ത് പൊണ്ണത്തടിയുള്ള ആൾക്കാർ വളരെ കൂടുതലുണ്ട്. അപ്പോൾ ഈ ഒരു ഒബേസിറ്റിയെ കൺട്രോൾ ചെയ്യുക വളരെ വളരെ അത്യാവശ്യമാണ്. ഇത് പ്രധാനപ്പെട്ട ഒരുപാട് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഡയബറ്റീസ്, അതുപോലെ തന്നെ ഹൈ ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ ഹൃദ്രോഗ സംബന്ധമായ കാർഡിയാക് വാസ്കുലർ ഡിസീസസ്, അങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാകും. കിഡ്നി രോഗങ്ങൾക്കൊക്കെ കാരണമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒബേസിറ്റിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം, ഈവൻ ചൈൽഡ്ഹുഡിൽ തന്നെ ഒബേസിറ്റി പ്രശ്നമുണ്ട്. ഇത് പ്രധാനമായിട്ടും നമ്മുടെ ഫുഡ് പാറ്റേണുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആണ് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് കവർ ചെയ്തില്ല, പല പ്രാവശ്യം കവർ ചെയ്ത ടോപ്പിക്കുകളാണ്. ബെറ്റർ ആയിട്ടുള്ള നല്ല ഫുഡ് ഐറ്റംസ് കഴിക്കുന്നതിന് പകരം നമ്മൾ ഈ ഒരു പാക്കേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നതുകൊണ്ടാണ് ഒബേസിറ്റി വർദ്ധിച്ചു വരുന്നതെന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. അതിന് പകരം പൾസസും അല്ലെങ്കിൽ റിച്ച് പ്രോട്ടീൻസും മറ്റുമൊക്കെയുള്ള ഫുഡുകൾ കഴിക്കുന്നതിന് പകരം, റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിന് പകരം ടേസ്റ്റ് നോക്കിയിട്ട് അൾട്രാ പ്രോസസ്ഡ് ഫുഡുകൾ കഴിക്കുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന്
പറയാൻ വേണ്ടി പറ്റും. ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഡിസ്കഷൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.